ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഈദിന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ റാഫെല്ലോ പുഡിങ്ങിൻ്റെയൊക്കെ ടേസ്റ്റ് വരുന്ന അടിപൊളി പുഡിങ്ങാണിത്. റാഫെല്ലോ പുഡിങ് തയ്യാറാക്കിയെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഐറ്റംസ് പുറത്തു നിന്ന് വാങ്ങിക്കണം. ഡെസിക്കേറ്റഡ് കോക്കനട്ട്, കണ്ടൻസ്ഡ് മിൽക്ക്, ക്രീം, വൈറ്റ് ചോക്ലേറ്റ്, വിപ്പിംഗ് ക്രീം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് വേണം അതിന്. നമ്മൾ ഇതൊക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുകയാണ്. ഇതിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്തിട്ടാണ് നമ്മൾ ഈ പുഡിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിയ തേങ്ങയാണ്. അപ്പോൾ ഇതിൻ്റെ 1/4 ഭാഗത്തോളം മാത്രമേ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് തേങ്ങ ഈ ചിരട്ടയിൽ നിന്ന് മാറ്റിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ബ്ലാക്ക് ഭാഗം നമുക്ക് മൊത്തമായിട്ട് കളയണം. നമുക്ക് ഇതിൻ്റെ വൈറ്റ് പാർട്ട് മാത്രമേ ആവശ്യമുള്ളൂ. അത് നല്ല പോലെ വാഷ് ചെയ്ത് അതിലെ വെള്ളമെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കണം. ഇതുപോലെ ആക്കിയെടുത്താൽ മതി. ഇനി നമുക്കിതൊരു പാനിലേക്ക് മാറ്റി തീ ഓൺ ചെയ്യാം. ചെറിയ തീയിലിട്ടാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത്. തേങ്ങയിലെ വെള്ളവും പാലൊക്കെ വറ്റിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. തീ കൂട്ടി വെക്കാനേ പാടില്ല. തീ കൂട്ടി വെച്ചാൽ ഇതിൻ്റെ കളറിലും അതുപോലെ തന്നെ ടേസ്റ്റിലൊക്കെ വ്യത്യാസം വരും. നമുക്ക് പെട്ടെന്ന് തന്നെ തേങ്ങ ഡ്രൈ ആയി കിട്ടും. ഈ കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇത് ചൂടാറിയ ശേഷം വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സിയിലിട്ടിട്ട് കറക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പുഡിങ്ങിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഈ കണ്ടൻസ്ഡ് മിൽക്ക് വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കാം. പാലൊന്നും യൂസ് ചെയ്യാതെ തയ്യാറാക്കിയെടുക്കുന്ന ഒരു മെത്തേഡാണ്. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ബാക്കി ഷുഗർ ചേർത്ത് കൊടുത്താലും മതി. കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് നിർബന്ധമാണ്. കാരണം നമ്മൾ ഇതിലേക്ക് ക്രീമോ അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നമുക്ക് പുഡിങ്ങിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് ചൂടാക്കാൻ വേണ്ടി വെക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പാലിൽ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി നോർമലി നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ലോ ഫ്ലെയിമിലാക്കി ഇതൊന്ന് തിക്കാക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ പാല് നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 കപ്പിൻ്റെ അടുത്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നോക്കുക. നമുക്ക് പുഡിങ് കഴിക്കുമ്പോൾ അത്യാവശ്യം കടിക്കാൻ കിട്ടണം, എന്നാൽ ഓവറായി പോകാൻ പാടില്ല. അപ്പോൾ ഒരു 1/2 കപ്പിനടുത്ത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടൊക്കെ നമ്മൾ നോക്കുക. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പുഡിങ് നമുക്കൊരു ക്രീമി ടെക്സ്ചറിലാണ് കിട്ടേണ്ടത്. ഇനി ഇത് നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം നമുക്ക്. ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് റാഫെല്ലോ ക്യാൻഡീസ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഇവിടെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റോളം മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് ബോളാക്കി എടുക്കാൻ പറ്റും. ആ സമയത്ത് കണ്ടൻസ്ഡ് മിൽക്കും ഡെസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ടാവും. ഇവിടെ ഇപ്പോൾ 15 മിനിറ്റ് മാറ്റി വെച്ചിട്ടില്ല. അപ്പോൾ തന്നെ ബോളാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഈ ബോൾസ് വീണ്ടും ഡെസിക്കേറ്റഡ് കോക്കനട്ടിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് കാണാനൊരു ഭംഗിയുണ്ടാവും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബദാമിൻ്റെ ഒരു ചെറിയ പീസ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് പുഡിങ് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 5-6 മണിക്കൂറെങ്കിലും തണുക്കാൻ വേണ്ടി വെക്കണം. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. നല്ലപോലെ തണുത്തതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ക്രീമി ആയിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുഡിങ് ഇഷ്ടമുള്ളവർ ഒരിക്കലെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കാനായിട്ട് ഇവിടെ
1 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നല്ല ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 2 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ പശു നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇനി ഒന്ന് ചൂടേറിയ ശേഷം നമുക്ക് ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇന്ന് കാണിച്ച റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.